എന്റെ പ്രേമ സമ്മാനമേ. ഈ തണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന? എന്തായി പോയിട്ട് കണ്ടോ? കണ്ടു. കാണുക മാത്രമല്ല, ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. നീ പോയിട്ട് എന്തായി? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പെട്ടെന്നായിരുന്ന? രജിസ്റ്റർ മാരെയായിരുന്നു. ഓ, ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്കുക. പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. താങ്ക് യു. പക്ഷെ സോറി കേട്ടോ, ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങൾ ജാഫ്നയിൽ ഹണിമൂണിലായിരിക്കും. എന്നാ ചെല്ല്. ഓ ഓ ഓ ഓ ഓ. I love you. പ്രിയപ്പെട്ട ഗിരീഷേട്ടന് ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും ഒരു സൂചന തരാം. എന്റെ പേര് സംഗീതത്തിലുണ്ട്, സംസാരത്തിലില്ല, തുമ്മലിലുണ്ട്, ചമ്മലിലില്ല. എന്റെ പേര് രംഭയിലുണ്ട്, മേനകയിലില്ല, ഗീർവാണത്തിലുണ്ട്, നീർവാണത്തിലില്ല, അലവലാതിയിലുണ്ട്, ചെറ്റയിലില്ല. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവിലിത്തിരി മുളകുപൊടി ഇട്ടത് എത്ര നന്നായല്ലേ? ഓ, രാവിലെ മുഴുവൻ എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് അറിഞ്ഞിട്ട് കയറി വരും. ജലദോഷം കുഷ്ടമൊക്കെ ആയിട്ട് ചെറ്റ. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. ഇത് മറ്റ് അത് പാമ്പാന്ന് പറഞ്ഞാൽ കഴിയില്ല. ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. എച്ചി നിന്റെ തന്ത. ശരിയാക്കി തരാടാ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധത്തിന് ഇത്രേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. എന്റെ പേര് സംഗീതത്തിലുണ്ട്, സംസാരത്തിലില്ല. അലവലാതിയിലുണ്ടില്ല, രംഗീല. രംഗീലേ, അങ്ങനെ ഒരു പേരുണ്ടാ? അതൊരു സിനിമ പേരല്ലേ? കള്ളപ്പുല്ലുകളെ. അലവലാതിയിലുണ്ട്, രംഭയിലും മേനക അവളെ അച്ഛൻ്റെ അലവലാതി ചേറ്റകള്, അവളെ പെട്ടി പട്ടികള്. ഗീതു. ആര്? ഗീതു? അവളാ? ചേട്ടാ ഒന്ന് ചവിട്ടി. നീ വല്ലതും കണ്ട? നോക്കി. ഭസ്മാസുര മോഹി. ഇവൻ തന്നെ മതി, ഇറങ്ങ്. അല്ല, ഇത് ആരൊക്കെ വന്നിരിക്കണേ? വരണം, ഇരിക്കണം. എവിടുന്ന് വരുന്നു? എന്താ നിങ്ങളുടെ പേര്? ചായയോ കാപ്പിയോ? അത് രണ്ടും അല്ല ഞങ്ങളുടെ പേര്. എന്റെ പേര് പിള്ള, ഇവന്റെ പേര് കുഞ്ഞികൃഷ്ണൻ. ഞങ്ങൾ ഈ ഭസ്മാസുര മോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നാ സാധനം വേണ്ടത്? ഏതാ സ്ഥലം? സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമാണ് പുതുക്കോട്ട. പുതുക്കോട്ടെ. എന്റെ അമ്മോ! എന്താ ചേട്ടാ? രാജപ്പോ, പുതുക്കോട്ടേന്ന് പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിരിക്കണു.
എന്നാ പിന്നെ അഡ്വാൻസ് അങ്ങോട്ട് വീശാം. എന്റെ പൊന്നു ചേട്ടാ, ശ്രീലങ്കയിലാണ് 10 ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാലും ഒരു അഡ്വാൻസും കൂടാതെ ഞാൻ വന്ന് കളിച്ചു തരാം. ഇത് മാത്രം പറയരുത്. അല്ല, കാശ് എത്ര വേണ്ടെന്ന് വെച്ചാ കൂട്ടി ചോദിച്ചോളൂ. ഒന്നും വേണ്ട, പുതുക്കോട്ടയിലേക്ക് ഞങ്ങളില്ല. ബോംബിട്ട് നശിപ്പിക്കേണ്ട സ്ഥലം അത്. ബോംബിടണോ തീരുമാനിക്കുന്നത് ഞങ്ങളാ. ഇറങ്ങിക്കോ. എന്നാ ഞങ്ങളിനി ഇറങ്ങട്ടെ. ആ. ആ അല്ല, ഈ ഭസ്മാസുര മോഹിനിലെ ഹനുമാന്റെ വേഷാണോ ചെയ്യണേ? അതെ. അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ. വേടാ ഭാഷ ഞങ്ങൾ പറഞ്ഞ ഭാഷ ഒന്നും മനസ്സിലാക്കാൻ. എന്ത് ധൈര്യത്തിലാണ് പിന്നെ നീയൊക്കെ വന്നത്? കഴിഞ്ഞ കൊല്ലം മേജിക് കാണിക്കാൻ വന്ന എന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി പെട്ടിലാക്കി വിട്ടവരല്ലേ നീയൊക്കെ? അത് കഴിഞ്ഞ കൊല്ലല്ലേ, ഇത് ഇക്കൊല്ലത്തെ പരിപാടിയാ. ആളുകളൊക്കെ ഭയങ്കര ഡീസന്റ് ആയി ചേട്ടാ. മിണ്ടി പോകരുത്, തലമിട്ടോ, അല്ലെങ്കിൽ രണ്ടിനും കുരങ്ങാക്കി മാറ്റും ഞാൻ. എന്നിട്ട് അങ്ങനെ ആ മാജിക്കുകാരൻ എന്നെ കൊരങ്ങാക്കുന്നു പറഞ്ഞു. എന്നെയിപ്പൊ പ്രത്യേകിച്ച് കൊരങ്ങാക്കേണ്ട കാര്യമൊന്നും. അയ്യോ, ഈ പറയുന്നത്ര കുഴപ്പം പിടിച്ച സ്ഥലമാണോ പുതുക്കോട്ട? പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ. അതെ, കഴിഞ്ഞ തവണ മാജിക് കാണിക്കാൻ വന്ന ആള് ഒരൊറ്റ മാജിക്കേ കാണിച്ചുള്ളൂ. ബാക്കി മാജിക്കൊക്കെ പുതുക്കോട്ടക്കാരെല്ലാവരും ശരീരത്തെ ഉത്സവത്തിന് പ്രോഗ്രാം ആയിട്ട് കഥാപ്രസംഗം മതിയോ? എന്ത് പണ്ടാറായാലും മതി. എങ്കി ഞങ്ങളൊരു പാർട്ടിയെ തരാം. തല്ലുകൊണ്ട് പരിചയമുള്ള പാർട്ടിയാണ്. നീ മിണ്ടരുത്. നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാ. മോളെ ഏറ്റാ. ഏറ്റവുന്നേ. ആ 100 ആയിസ ഗീതുമോളുടെ കാര്യം പറഞ്ഞ് ദേ നാവിടുത്തേ ഉള്ളൂ. എന്താ ഒരറിയിപ്പും ഇല്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷനും പെട്ടെന്ന്? ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പൊ ഗീതുമോൾ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നേ. ചേട്ടാ, പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാനും കൂടി വേണ്ടിട്ടാ. ഇത്തവണ നിർബന്ധമായിട്ട് വരണമെന്ന് പറയാൻ പറഞ്ഞു. 2 കൂട്ടരും പറഞ്ഞു. മാടശ്ശേരിന്നും പാലത്തറയെന്നും പ്രത്യേകം പറഞ്ഞയച്ചതാ. ഞാൻ വരുന്നില്ല. വന്നിട്ട് എന്തിനാ? അതിന്റെ പേരിൽ തല്ലും വഴക്കം ഉണ്ടാക്കാനല്ലേ? ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഈ പിള്ളച്ചേട്ടൻ നോക്കിക്കോളാം. പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തുമെന്ന് പറഞ്ഞിരിക്കല്ലേ. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ. തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തുന്ന അറിഞ്ഞൂടെ? അവിടെ പോലീസുകാരുടെ ഒരു ബഹള. പാലത്തറയിലും മാടശ്ശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തോക്കും നാടൻ ബോംബും ഒക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ അവസ്ഥയില് അവരെ ഒന്ന് പറഞ്ഞു നിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കൂടി പറയാ, മോള് വരണം, വന്നേ പറ്റൂ. ചേട്ടൻ എന്തൊരു സ്മാർട്ടാ. ഒരു ആണോ? മീശ വെച്ചൂടെ? മീശ വെക്കാനിട്ടല്ല, വരാനിട്ടാ. ചേട്ടന് ബൈക്ക് ഓടിക്കാൻ അറിയോ? പിന്നെ എന്തേ? ബൈക്കിന്റെ പുറകിലിരുന്ന് ചെത്ത എനിക്ക് ഭയങ്കര കൊതിയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെത്തുന്നത് തെങ്ങിന്റെ മണ്ടയിലിരുന്ന. എന്തേ സ്വകാര്യം പറത്തിൽ ഇനിയും തീർന്നില്ലേ? ഏയ് അത്രയ്ക്കൊന്നുമില്ല. ഉത്സവത്തിന് വരണമെന്ന് പറയായിരുന്നു. അവള് വരും. അവള് മാത്രമല്ല, ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴേ അടുത്ത് വേറെ കോളേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളേരും കൂടി വിളിച്ചോ. ഉത്സവം ആകെ ഒന്ന് കൊഴുക്കട്ടെ. കുഞ്ഞുഷ്ണ, നിന്നെ അധികം നേരം ഇവിടെ നിർത്തണില്ല. നിന്റെ ഷുഗർ കൂടും. അപ്പൊ വരട്ടെ. പിള്ളച്ചേട്ടൻ നേരെ നാട്ടിലേക്കല്ലേ? അല്ല, ഇനിയും കുറെ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട്. ഇതെന്റെ ജാതകത്തിലുള്ളതാ. അല്ല, സാറ് വരണില്ലാവോ? അപ്പൊ അവിടെ കാണാം. കുട്ടി വരില്ലേ? ഡോ, തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഗീതു. ഇയാൾ ഇവിടെ കൂടിക്കോട്ടെ. നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനൊക്കെ ഒരാളായില്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ ഈ പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാറുണ്ടല്ലോ. ആ ചെവി ഇങ്ങോട്ട് തന്നേ മോനെ. പോടാ പട്ടി. ആ ചെവി ഒന്ന് തരൂ. പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമോടോ പിള്ളച്ചേട്ടാ. ദേ, ഇത്തവണ ഉത്സവത്തിന് ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട്. കഥാപ്രസംഗം. അപ്പുറത്ത് 2 വായി നോക്കിയാളില്ലേ? ഗാനഭൂഷണം, കൊച്ചിൻ ബ്രദേഴ്സ് അവരുടെയാ. ഏയ്, അതൊന്നും വേണ്ട. വേണം ഗീതു, അവർക്ക് ഒറ്റ പ്രോഗ്രാം ഇല്ല. ആ പാവങ്ങൾക്ക് ഒരു സഹായം ആവട്ടെ എന്ന് കരുതിയാ. ചേർന്ന് മാറി ഇടപുറ കൊണ്ട് ചാടി വീണ് വലപുറ കൊണ്ട് ചാടി വെട്ടി കേറി അടിവാളിന് വീശി പണ്ടാരടങ്ങാൻ ഉയരം പൊങ്ങി മാറി സർപ്പമലയിൽ വാൾ വീശി ഗജമുഖം കൊണ്ടെടുത്ത് ഗുരുക്കളെ, ഇതാ ചിക്കൻ ഫ്രൈ. ചാടി വെട്ടി
എടാ തീറ്റ കാണുമ്പോ അഭ്യാസം മറക്കരുത്. തുടരട്ടെ. അയ്യോ, വിശന്നിട്ട് വയ്യ. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. ഏയ് പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നീ കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇതാടാ കോഴിക്കടകൻ. പൊരിച്ച കോഴിലാട്ടാ ചെന്റെ പൂഴിക്കട കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് വെട്ടി ഇരുന്ന് വെട്ടി കിടന്ന് വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മുതലാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാടശ്ശേരിക്ക് നേടി തന്നത്. ഞാൻ ആ പഴക്കൊലയെ കൊണ്ട് വന്നില്ലായിരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട്, തേനക്കെട്ടുണ്ടാകാതെ നോക്കണം. ഉത്സവം അടുക്കാറായി, പോയി വെട്ടടോ. വെട്ടടാ വെട്ട്. ബുക്ക് ചെയ്തല്ലോ. 10 ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ. ആ 10 ദിവസവും കലാപരിപാടികൾ ഉണ്ടാവില്ല. ആരെങ്കിലും വിളിച്ചാ വരുമോ? അത്രയ്ക്കും പ്രസിദ്ധാണല്ലോ ഇവിടുത്തെ കാര്യങ്ങള്. ഒന്നാം കട്ട. പിന്നെ താൻ എന്തോന്നല്ലത്താനാ പോയത്? ഒരു പരിപാടിയില്ലേ ഞാനൊരെണ്ണം നടത്തും. മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന മാജിക്കാ? അല്ല ശരിക്കും. ആരെ കത്തിക്കും? തന്നെ. വേറെ ആരെയും കത്തിച്ച പെട്ടെന്ന് കത്തില്ല. ഭഗവതി. ഓ, സ്റ്റേജിലിട്ടാണോ മുതലാളി കത്തിക്കുന്നത്? കൂട്ടത്തിൽ നിന്നെയും കത്തിക്കും. കൊച്ചുതമ്പി എന്താടാ കൊല്ലലും കത്തിക്കലും അല്ലാതെ വേറെ ഒന്നും നിന്റെ നാവിൽ വരില്ലേ? പിള്ളേ താൻ ഗീതുമോളെ കണ്ടുവോ? കണ്ടു. ഇത്തവണ ഉത്സവത്തിന് ഗീതുമോള് വരും. ഗീതുവിനോട് മാടശ്ശേരിയിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ പ്രത്യേകം പറയുന്നത്? ഇതല്ലേ അവളുടെ വീട്. ഗീതുവിനെ പാലത്തറയിലേക്ക് കൊണ്ടുപോകുന്ന ആ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും പലയിടത്തും പറഞ്ഞതായിട്ട് അറിഞ്ഞു. ഏത് ഗോത്താഴത്ത് വേണേലും പറയട്ടെ, ഇത് വരുന്നത് ഇങ്ങോട്ട് തന്നെയാ. മറിച്ചാവണമെങ്കിൽ ഈ മാടശ്ശേരി കൊച്ചുതമ്പിയെ കൊല്ലണം. എന്റെ ഭഗവതി, ഇനി ഗീതുമോള് വരുമ്പോ എന്തൊക്കെ കുഴപ്പങ്ങളാണാവോ ഉണ്ടാവാൻ പോണേ. ഓ എന്റെ അമ്മോ. ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഈ എക്യുപ്മെന്റ് എന്റെയാ. എന്റെ പാതി കാശ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പാതി ഓടിച്ചു തരാം. നോക്ക്, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട്. എന്തായി? പ്രസവിച്ചോ? അഴിച്ചു തുടങ്ങി. അതെ, കുളി തുടങ്ങിയോ? തുടങ്ങും. ഇനി ഇതാ ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. അവര് ഡ്രസ് അഴിച്ചു, പക്ഷെ പിന്നെ ഇട്ടു. ഡ്രസ് ഇട്ടുണ്ട് കുളിക്കാൻ പോടാ. ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതെ? ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ. ഇതൊന്നുകൂടെ വാങ്ങിച്ചേ പറ്റൂ. അത് മതി, ഈ പക്ഷികളെ നോക്കിയത് മതി. ഇവൻ എപ്പോഴും ഇങ്ങനെ ഈ കിളികളെ വായിച്ചുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ. ഡ്രസ്സല്ല, തൂവൽ. പക്ഷികൾ തൂവലല്ലേ പൊഴിക്കുന്നത്? തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. അത് പിന്നെ കിളിയൊക്കെ കുളിക്കട്ടെ. ഇത് കിളികൾ കുളിക്കുന്ന സീസണാണ്. വ്യത്യസ്തങ്ങളായ കുളികള്. കിളികൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ട്. പട്ടി. ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളൂ, ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഓ നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ? അതെ. ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെന്ന്. എന്താ ഈ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കൂ സിസ്റ്റേഴ്സ്. യവൻ ചിലപ്പോ നോക്കും സിസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് അവൻ ഇഷ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. അയ്യേ, എടാ ഇഷ്ടം പുറത്തുനിന്ന്. എന്താ എല്ലാരും കൂടി? ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു. അയ്യോ സോറി സിസ്റ്റേഴ്സ്, 96 എൻഡ് വരെ ഒരു രക്ഷയില്ല. കംപ്ലീറ്റ് ബുക്കിംഗ് ആയി. സത്യം പറഞ്ഞാ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അയ്യോ വല്ല ഡോക്ടേഴ്സിനെയും കാണിച്ചൂടെ? അതെ. അയ്യോ ഇത് അസുഖമല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വന്ന സ്ഥിതിക്ക് കൊല്ലത്ത് നിങ്ങൾ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഉം. ഹലോ, അതെ കൊച്ചിൻ ബ്രദേഴ്സ് ആണ്. ഈ വർഷം നമുക്ക് ഒരു ദിവസം ഒഴിവുണ്ടാവും. ഇടയ്ക്കകത്തോണ്ട് അവരിന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ. ഈ തിരക്കേറിനെ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം. ഹോസ്റ്റലില്ല? ഹോസ്റ്റലില്ല. അല്ലല്ല, ഉത്സവത്തിന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില്. ഏത് ഫ്രണ്ടിന്റെ? വൃത്തികേട്ട് പറയാത്ര വൃത്തികെട്ടവനെ. ഫ്രണ്ട് എന്ന് പറയുന്നത് വൃത്തികേടാണ്. അതെ. എന്ത്? ഏത് ഫ്രണ്ടിന്റെയാ? ഗീതുവിന്റെ. ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് സ്പെഷ്യൽ ബോട്ടില്. വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായി സ്ഥലം? നല്ല സ്ഥലാ, പുതുക്കോട്ട. അപ്പോ വരുമല്ലോ? തീർച്ചയായിട്ടും വരും, വരാതെ പറ്റില്ലല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. അല്ല ഈ അഡ്വാൻസ് ഒന്നും കൊണ്ടുപോകുന്നില്ലേ? അഡ്വാൻസോ? അയ്യോ ഞങ്ങൾ കൊണ്ടുവന്നില്ല. അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം. അത് മതി. ശരി, അപ്പൊ വരട്ടെ. ശരി. ഓ താങ്ക് യു. അഡ്വാൻസ് കൊണ്ടുവരാ വന്നിരിക്കുന്നു. ഇത്രയും പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് അഡ്വാൻസ് ചോദിക്കുന്നത്. അഡ്വാൻസ് ചോദിച്ചാൽ എന്താ? ചോദിക്കാൻ പാടില്ല. അതെന്ത്? അതിന് കാരണമുണ്ട്. എന്ത് കാര്യം? ഗീതുവിന്റെ നാട്ടിലെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ആരാ ഗീതു നിനക്കറിയാമോ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്. പ്രേമോ? ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യലും ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലേടാ തെണ്ടി. എന്ത് ഇതെന്റെ അച്ഛൻ?
പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത് ബന്ധം?